ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെൻ ഡയഗ്രാം എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യും? അപ്പോൾ പലരും ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നത്, എന്താണ് ഈ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന് നമുക്ക് പറയാം. അതായത് രണ്ടോ മൂന്നോ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ബന്ധം. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഈ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വെൻ ഡയഗ്രത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ 3 വിഷയങ്ങളാണുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. അപ്പോൾ കുറച്ച് പേര് ഫിസിക്സിന് ജയിച്ചു, കുറച്ച് പേര് കെമിസ്ട്രിക്ക് ജയിച്ചു, കുറച്ച് പേര് ഫിസിക്സിനും കെമിസ്ട്രിക്കും ജയിച്ചു, കുറച്ച് പേര് ഫിസിക്സിനും മാത്സിനും ജയിച്ചു, കുറച്ച് പേര് എല്ലാത്തിനും തോറ്റു, ചിലർ ഫിസിക്സിന് മാത്രം ജയിച്ചു. അങ്ങനെ പല രീതിയിലുള്ള പോസിബിലിറ്റീസ് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് ചെയ്യാം എന്ന് നോക്കാം. ഈ വെൻ ഡയഗ്രാം എന്ന പേര് വരാൻ കാരണം ഇത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്, ഇത് കണ്ടെത്തിയ മാത്തമാറ്റീഷ്യൻ്റെ പേരാണ് ജോൺ വെൻ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടെത്തിയത്. VENN, അതാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ വെൻ ഡയഗ്രാം എന്ന പേര് വന്നത്. അപ്പോൾ നമുക്ക് ഈ വെൻ ഡയഗ്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പം സാധാരണ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ 3 വട്ടം അങ്ങ് വരയ്ക്കും. ഇത് ഫിസിക്സ്, ഇത് കെമിസ്ട്രി, ഇത് മാത്സ്, ഇങ്ങനെ ചെയ്യും. ഇത് തന്നെ തെറ്റാണ്. ജോൺ വെൻ പറയുന്നത് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് സർക്കിൾ അല്ല, നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഒരു റെക്റ്റാങ്കിൾ ആണ് എന്നാണ് ജോൺ വെൻ പറയുന്നത്. സോ ആദ്യം ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. എന്നിട്ട് ഈ റെക്റ്റാങ്കിളിനകത്തിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ദി എൻറ്റയർ ഡേറ്റ ഉള്ളത്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന, കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കാം, കാരണം ഇനി നിങ്ങൾ ചെറിയ സ്ക്രീനിലൊക്കെയാണ് കാണുന്നതെങ്കിൽ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വരയ്ക്കാം. ആഹാ, എത്ര മനോഹരം. ഓക്കെ, അപ്പം ഈ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയറിലേക്ക് നമ്മുടെ മൊത്തം ഡേറ്റയെ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നു, ഞാനിവിടെ സംസാരിക്കുന്നത് എൻറ്റയർ ഡേറ്റ ഈ ഒരു റെക്റ്റാങ്കിളിലുണ്ട്. എൻറ്റയർ യൂണിവേഴ്സ് എന്നൊക്കെയാണ് ജോൺ വെൻ അതിനെ വിളിക്കുന്നത്. നമ്മൾ തൽക്കാലം അതിനെ T എന്ന് വിളിക്കുന്നു. ടോട്ടൽ, T ഫോർ ടോട്ടൽ 1500. അപ്പം ഈ 1500 എണ്ണം ഏതിനകത്തിലുണ്ട്? ഈ ഒരു റെക്റ്റാങ്കിളിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയറിലുണ്ട്. ഈ 1500 എണ്ണത്തിൽ ഫിസിക്സിന് കുറേ ജയിച്ചതും കാണും, തോറ്റതും കാണും, എല്ലാം ഉണ്ടേ. എല്ലാം കൂടെ ഈ ഒരു റെക്റ്റാങ്കിളിനകത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് 3 കാറ്റഗറീസ് ആണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? ഫിസിക്സ്, ഇച്ചിരൂടെ വലുതാക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. സോ we have physics, chemistry and mathematics. So physics, chemistry, mathematics, ഇത് 3 നമ്മുടെ വിഷയങ്ങളായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. 1500 students appeared in an examination which consists of 3 papers: physics, chemistry and mathematics. 190 students passed in physics only. ശ്രദ്ധിക്കണേ, എടാ 190 students passed in physics only. അവന്മാർ ഫിസിക്സിന് മാത്രമാണ് ജയിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ഫിസിക്സിന് മാത്രം. സാറേ ഞാൻ ഫിസിക്സിന് മാത്രമേ ജയിച്ചുള്ളൂ, അപ്പോൾ കെമിസ്ട്രിക്ക് മാത്സിനുമോ? പൊട്ടി എന്ന് പറഞ്ഞാൽ എടാ അവൻ ഫിസിക്സിന് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതായത് ഈ ഇന്റർസെക്ഷൻ പോയിന്റുകളിലൊന്നും ആ നമ്പറിനെ കൊണ്ട് എഴുതാൻ പറ്റത്തില്ല, കാരണം അവൻ ഫിസിക്സിന്റെ കൂടെ കെമിസ്ട്രിയോ മാത്സോ ഒന്നും ജയിച്ചിട്ടില്ല, ഓൺലി ഫിസിക്സ്. അപ്പോൾ അവനെ എവിടെ കൊണ്ട് എഴുതും ഞാൻ? ഇവിടെ കൊണ്ട് എഴുതും. 190 അല്ലേ പറഞ്ഞേക്കുന്നത്? യെസ്, 190 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ഫിസിക്സ് ഓൺലി. അതുപോലെ 180 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ കെമിസ്ട്രി ഓൺലി. അപ്പോൾ അവൻ ഫിസിക്സിനും മാത്സിനും തോറ്റു, കെമിസ്ട്രിക്ക് മാത്രമേ ജയിച്ചുള്ളൂ. അപ്പോൾ 180 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ chemistry only. Whereas 240 students passed in mathematics only. 240 students മാത്സിന് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. 240 students passed in mathematics only. ഇവിടെ കൊണ്ടെഴുതും. അവരെന്തിനും രണ്ടിനും തോറ്റവരായിരിക്കും, ഫിസിക്സിനും കെമിസ്ട്രിക്കും തോറ്റത്. അതുകൊണ്ടല്ലേ ഓൺലി എന്ന് പറഞ്ഞേക്കുന്നത്. അതെ, ഇനി എന്താ? ഇനി ശ്രദ്ധിക്കണേ. 366 students passed in both physics and mathematics. അവിടെ ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എടാ അവിടെ ഓൺലി ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം എല്ലാത്തിനും ജയിച്ചവന് ഇതിനകത്ത് വരത്തില്ലേ? അതായത് ഉത്തമ,
എടാ 366 പേര് 366 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഓൺലി എന്ന് പറഞ്ഞിട്ടില്ല. ഫിസിക്സിനും മാത്സിനും മാത്രമേ പാസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവന്മാരെ എല്ലാത്തിനും ജയിച്ചവനും വരും. ഒന്നും വിട്, എല്ലാം അയച്ചുകളാ. താക്കോല അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ ക്ലാസ്സിലോട്ട് കയറി വന്നിട്ട് നിങ്ങളോട് പറയാം, ഡേയ് ഫിസിക്സിനും മാത്സിനും ജയിച്ചവരൊക്കെ എഴുന്നേക്കാൻ പറയും. അപ്പോൾ ആരൊക്കെ എഴുന്നേക്കും? എല്ലാത്തിനും ജയിച്ചവൻ ആദ്യമേ ചാടി എഴുന്നേക്കും. കാരണം അവൻ ഫിസിക്സിനും മാത്സിനും ജയിച്ചു. പിന്നെ ആരൊക്കെ എഴുന്നേക്കും? കെമിസ്ട്രിക്ക് തോറ്റവനും എഴുന്നേക്കാം. ഫിസിക്സിനും മാത്സിനും ജയിച്ചു അല്ല, ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഫിസിക്സും മാത്സും അല്ലേ? ഫിസിക്സും മാത്സും. ഓക്കെ, അപ്പോൾ ഫിസിക്സിനും മാത്സിനും ജയിച്ചവർ എഴുന്നേക്കാൻ പറഞ്ഞാൽ എല്ലാത്തിനും ജയിച്ചവനും എഴുന്നേക്കും. ഫിസിക്സിനും മാത്സിനും മാത്രം ജയിച്ചവനും എഴുന്നേക്കും. അവൻ ചിലപ്പോൾ ഇംഗ്ലീഷിന് വേറെ ഏതാണ് കെമിസ്ട്രിക്ക് തോറ്റവനായിരിക്കും. പക്ഷേ ചോദ്യം ഫിസിക്സിനും മാത്സിനും ജയിച്ചോന്ന്. അപ്പോൾ ആരൊക്കെ എഴുന്നേക്കും? എല്ലാത്തിനും ജയിച്ചവനും എഴുന്നേക്കും, ഫിസിക്സിനും മാത്സിനും മാത്രം ജയിച്ചവനും എഴുന്നേക്കും. അപ്പോൾ ഇവിടെ എല്ലാത്തിനും ജയിച്ചവൻ ആരാ? അത് പറയുന്നുണ്ടോ? ഉണ്ടല്ലോ. 206 അല്ലെ, 206 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ഓൾ ദ 3 പേപ്പേഴ്സ്. അത് എവിടെ വരും? ദാ ഈ കുഞ്ഞൻ ഇത് വായിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. 206 ഞാനിവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. 206 അതോ അവിടെ എഴുതി വെച്ചേക്കുന്നത് എത്രയാണ്? 206. ഓക്കെ, ഇനി എന്താ? അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയില്ല. 366 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഈ 366 പേര് ഫിസിക്സിനും മാത്സിനും ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ 206 പേര് എല്ലാത്തിനും ജയിച്ചവരാ. അപ്പോൾ അവന്മാരെ അങ്ങ് കുറയ്ക്കണ്ടായോ? എടാ 366 പേരിൽ 206 പേര് എല്ലാത്തിനും ജയിച്ചു. അപ്പോൾ ഫിസിക്സിനും മാത്സിനും മാത്രം ജയിച്ചവരാരായിരിക്കും? അല്ലേ, ഫിസിക്സിനും മാത്സിനും മാത്രം ജയിച്ചവരാരും. ഈ 366 206 കുറയ്ക്കണം. കാരണം 206 എല്ലാത്തിനും ജയിച്ചവനാ, ഫിസിക്സിനും മാത്സിനും മാത്രം ജയിച്ചവൻ. അപ്പോൾ എത്ര ആയിരിക്കും ഇത് കുറയ്ക്കണം? 6 കുറച്ചാൽ 0, 6 160. അത് എവിടെ എഴുതും? ഫിസിക്സിന്റെ മാത്സിന്റെ ഇന്റർസെക്ഷനിൽ എഴുതണം 160. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ 366 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ 366 പേര് ഫിസിക്സിനും മാത്സിനും ജയിച്ചു. അതിൽ പക്ഷേ 206 പേര് എല്ലാത്തിനും ജയിച്ചവരാണ്. അവന്മാരെ അങ്ങ് കുറയ്ക്കണം. അപ്പോൾ ഫിസിക്സിനും മാത്സിനും മാത്രം ജയിച്ച ആരാന്ന് ചോദിച്ചാൽ 160. ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇനി അടുത്ത എന്താ? 346 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി. മാത്സിനും കെമിസ്ട്രിക്കും ജയിച്ചത് എത്ര? 346. എന്തിനൊക്കെയാ? മാത്സിനും കെമിസ്ട്രിക്കും. ഇത് ഫിസിക്സിനും മാത്സിനും. അപ്പോൾ മാത്സിനും കെമിസ്ട്രിക്കും ജയിച്ചവര് ആരൊക്കെയാണ്? 346 പേര്. 346 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി. അതിൽ 206 പേര് മാത്സിനും കെമിസ്ട്രിക്കും ജയിച്ച ആരാന്ന് ചോദിച്ചാൽ ഈ എല്ലാത്തിനും ജയിച്ചവന്മാർ ചാടി എഴുന്നേക്കും. അപ്പോൾ എല്ലാത്തിനും ജയിച്ചവനെ നോക്കണം, അല്ലാത്തവരെ നോക്കണം. അപ്പോൾ 346 മൈനസ് 206 എത്ര കിട്ടും അവിടെ? 140. അത് ഏതൊക്കെയാണ്? മാത്സിനും കെമിസ്ട്രിക്കും അല്ലേ. 346 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി. മാത്സിൻ്റെ കെമിസ്ട്രിയുടെ ഇന്റർസെക്ഷൻ ഏതാ? ഈ പോയിന്റ് അല്ലേ? അത് ഇവിടെ അപ്പോൾ എത്ര വരും? 140. ഇനി ഒരാളോടുണ്ടല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 326 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ബോത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എത്ര? 326. എടാ ഈ 326-നകത്തിലും എത്രയാണ്? 206 എന്താണ്? എല്ലാത്തിനും ജയിച്ചവരാണ്. അവരെ കുറയ്ക്കണം. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം എത്ര ആയിരിക്കും? 120 ആയിരിക്കും. ഇതാ ഇവിടെ എഴുതാവല്ലോ 120. ഇവിടെ എഴുതാവല്ലോ 120. യെസ്. ഈ വെൻ ഡയഗ്രാം കംപ്ലീറ്റ് ആയോ? നിങ്ങളുടെ വെൻ ഡയഗ്രാം കംപ്ലീറ്റ് ആയോ? ഇല്ല. നിങ്ങൾ ഒരാളുടെ കാര്യം പറഞ്ഞില്ല. നിങ്ങൾ ഈ വട്ടത്തിനകത്ത് എഴുതി വെച്ചേക്കുന്ന എല്ലാം പാസ്ഡ്. വാട്ട് അബൌട്ട് ദ ഫെയിൽഡ് സ്റ്റുഡൻസ്? ഈ 1500 പേരിൽ ഇത് ഇത്രയും പേരും പാസ്സായവരാണ്. അപ്പം അപ്പം തോറ്റവരാരൊക്കെയാ? എല്ലാ വിഷയത്തിനും തോറ്റവരാരാ? അതായത് ഇങ്ങോട്ട് നോക്കിക്കേ. എടാ ഈ സർക്കിളിനകത്ത് വന്നിട്ടുള്ള ഇതിനകത്തും തോറ്റവരുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരട്ടെ തോറ്റവർ. ഇതിനകത്തിൽ 190 പേര്. അവരെല്ലാത്തിനും അങ്ങ് ജയിച്ചവരാണോ? അല്ല, ഫിസിക്സിന് മാത്രം ജയിച്ചവരാ. അവർ ഏതിനൊക്കെ തോറ്റു? കെമിസ്ട്രിക്കും മാത്സിനും തോറ്റു. പക്ഷെ എല്ലാത്തിനും തോറ്റില്ല. അതായത് ഈ സർക്കിളിനകത്തിലുള്ളവരെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിനെങ്കിലും ജയിച്ചവരാ. കെമിസ്ട്രിക്ക് മാത്രം ജയിച്ചവനുണ്ടായിരിക്കും, ഫിസിക്സിന് മാത്രം ജയിച്ചവനുണ്ടായിരിക്കും, ഫിസിക്സിനും കെമിസ്ട്രിക്കും ജയിച്ചവനുണ്ടായിരിക്കും, കെമിസ്ട്രിക്കും മാത്സിനും ജയിച്ചവനുണ്ടായിരിക്കും, മാത്സിനും ഫിസിക്സിനും ജയിച്ചവനുണ്ടായിരിക്കും, എല്ലാത്തിനും ജയിച്ചവനുണ്ടായിരിക്കും. പക്ഷെ ഇതിനകത്തിൽ ആരില്ല? ഈ വൃത്തത്തിനകത്തിൽ ആരില്ല? എല്ലാത്തിനും തോറ്റവനില്ല. അവനെ എങ്ങനെ കണ്ടുപിടിക്കും?
എല്ലാത്തിനും തോറ്റവൻ എന്ന് പറഞ്ഞാൽ അവൻ ഒരു വിഷയത്തിനും ജയിച്ചവനാകരുത് എന്ന് പറഞ്ഞാൽ 1500 ഈ വാല്യൂ എല്ലാം കൂടെ കൂട്ടി അങ്ങ് കുറയ്ക്കണം. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ കാണുന്ന ഈ സർക്കിളിനകത്തിലുള്ള എല്ലാ വാല്യൂയും കൂടെ കൂട്ടിയിട്ട് 1500 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എല്ലാത്തിനും തോറ്റവനെ കിട്ടും. അതിനെ n എന്നും പറഞ്ഞ് എഴുതിക്കോണം. എല്ലാത്തിനും തോറ്റവൻ n എന്നും പറഞ്ഞ് എഴുതിക്കോണം. അപ്പോൾ n-ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 1500 മൈനസ് ഇതെല്ലാം കൂടെ കൂട്ടുക. എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1236 എന്ന് കിട്ടി. ആ 1236 നമ്മൾ 1500 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 264 എന്ന് കിട്ടി. അപ്പം ഈ n ഈസ് ഈക്വൽ ടു 264 എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും തോറ്റവരാരാണ്? 264 പേരാണ്. ഓക്കെ, ഒരു വിഷയത്തിന് ജയിച്ചിട്ടില്ലാത്തവർ. അപ്പോൾ സർക്കിളിനകത്തിലുള്ളത് ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ജയിച്ചിട്ടുള്ളവർ, സർക്കിളിന് പുറത്തുള്ളവർ ഒരു വിഷയത്തിനും ജയിക്കാത്തവർ, എല്ലാത്തിനും തോറ്റവർ. അപ്പോൾ ഈ വെൻ ഡയഗ്രത്തിനെ നമുക്ക് പാസ്ഡ് വെൻ ഡയഗ്രം എന്ന് പറയാം. കാരണം ഇത് പാസ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് സർക്കിളിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പാസ്ഡ് വെൻ ഡയഗ്രം ആണ്. പക്ഷെ നമ്മുടെ ചോദ്യങ്ങളല്ല, ഇതിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഫെയിൽഡ് സ്റ്റുഡൻസിന്റെ കാര്യമാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പഠിച്ചോണം, ഈ പാസ്ഡ് വെൻ ഡയഗ്രത്തിനെ നമുക്ക് ഫെയിൽഡ് വെൻ ഡയഗ്രമായിട്ട് കൺവെർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ പാസ്ഡ് വെൻ ഡയഗ്രം വെച്ച് തന്നെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ, ഒരു വഴിക്ക് പോവല്ലേ. അപ്പം നമുക്ക് ഈ പാസ്ഡ് വെൻ ഡയഗ്രത്തിനെ നമുക്ക് ഫെയിൽഡ് വെൻ ഡയഗ്രമായിട്ട് കൺവേർട്ട് ചെയ്യാം. എന്താ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഫെയിൽഡ് വെൻ ഡയഗ്രം എല്ലാത്തിനും തോറ്റവൻ ആരായിരിക്കും? ഈ 264 അല്ലേ? ഈ 264 അല്ലേ? അതിനെ നമുക്ക് ഇവിടെ എഴുതിക്കൂടെ? എല്ലാത്തിനും തോറ്റവർ. ഓക്കെ, ഇനി ഞാൻ വേണമെങ്കിൽ ഫെയിൽഡിന് വേറൊരു കളർ എടുക്കാവേ. എടാ, ഈ 190 ഫിസിക്സിന് മാത്രം ജയിച്ചു, അപ്പോൾ അവൻ ഏതിനൊക്കെ തോറ്റു? ഫിസിക്സിന് മാത്രം ജയിച്ചു, അപ്പോൾ അവൻ ഏതിനൊക്കെ തോറ്റു? കെമിസ്ട്രിക്കും മാത്സിനും. അപ്പോൾ കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ഇൻ്റർസെക്ഷനിൽ ആര് വരും? 190 വരും. 190 വരും. ഫിസിക്സിന് മാത്രമാണ് ജയിച്ചത്, അപ്പോൾ ഏതിനൊക്കെ തോറ്റു? കെമിസ്ട്രിക്കും മാത്സിനും തോറ്റു. ഇനി 180 കെമിസ്ട്രിക്ക് മാത്രം ജയിച്ചു, കെമിസ്ട്രിക്ക് മാത്രം ജയിച്ചു, അപ്പോൾ ഏതിനൊക്കെ തോറ്റു? കെമിസ്ട്രിക്ക് മാത്രം ജയിച്ചു എന്ന് പറയുമ്പോൾ ഫിസിക്സിനും മാത്സിനും തോറ്റു. കെമിസ്ട്രിക്ക് മാത്രം ജയിച്ചാണ് 180, അപ്പോൾ അവൻ ഏതിനൊക്കെ തോറ്റു? ഏതിനൊക്കെ തോറ്റു? ഫിസിക്സിനും മാത്സിനും തോറ്റു. അപ്പോൾ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ഇൻ്റർസെക്ഷൻ ഇവിടെ വരും 180. അടുത്തത് മാത്സിന് മാത്രം ജയിച്ചു, ആരാ? 240 പേര്. മാത്സിന് മാത്രം ജയിച്ചെന്ന് പറയുമ്പോൾ ഏതിനൊക്കെ തോറ്റു കാണും? ഫിസിക്സിനും കെമിസ്ട്രിക്കും തോറ്റു കാണും. അതായിരിക്കും എത്ര? 240. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഈ ഒരു 120 കണ്ടോ? ഏതിനൊക്കെ ജയിച്ചതാ? അത് ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടെ ജയിച്ചു. ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്രം ജയിച്ചത്, എല്ലാത്തിനും അല്ല, അത് നമ്മൾ കുറച്ച് എഴുതി വെച്ചേക്കുകയാണ്. 120 ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്രം ജയിച്ചു 120 പേര്. അതിൻ്റെ അർത്ഥം എന്താ? ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്രം ജയിച്ചെന്ന് പറഞ്ഞാൽ മാത്സിന് തോറ്റു എന്നല്ലേ? അപ്പോൾ ഇവിടെ എഴുതാം. ഓക്കെ, ഇനി എന്താ അടുത്തതാണ്ട് ഇയാളെ എടുക്കാം. 160 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫിസിക്സിനും മാത്സിനും മാത്രം ജയിച്ചു, അപ്പോൾ ഏതിന് തോറ്റു? കെമിസ്ട്രിക്ക് തോറ്റു. 160. അടുത്തത് 140 എന്താണ്? കെമിസ്ട്രിക്കും മാത്സിനും മാത്രം ജയിച്ചു, കെമിസ്ട്രിക്കും മാത്സിനും മാത്രം ജയിച്ചു, അപ്പോൾ ഏതിന് തോറ്റു? ഫിസിക്സിന് തോറ്റു. എത്രയാണ്? 140. ഈസ് യുവർ വെൻ ഡയഗ്രം കംപ്ലീറ്റഡ്? നിങ്ങളുടെ വെൻ ഡയഗ്രം കംപ്ലീറ്റ് ആയോടെ? ഇല്ല. എന്താ കുഴപ്പം? എന്താ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്? ഈ സർക്കിളിനകത്തിലുള്ള എല്ലാം എന്താ? ഒരു വിഷയത്തിന് തോറ്റവൻ, 2 വിഷയത്തിന് തോറ്റവൻ, എല്ലാത്തിനും തോറ്റവൻ. അപ്പോൾ ഇവിടെ ആരില്ല? എല്ലാത്തിനും ജയിച്ചവനില്ല, തോൽവി മാത്രമേ ഉള്ളൂ ഇതിനകത്തിൽ. ഏതെങ്കിലും മൊത്തത്തോടെ അടപടലം തോറ്റവനുണ്ട്, 2 വിഷയത്തിന് തോറ്റവനുണ്ട്, 3 വിഷയത്തിന് തോറ്റവനുണ്ട്, 1 വിഷയത്തിന് മാത്രം തോറ്റവനുണ്ട്, എല്ലാവന്മാരും ഉണ്ട്. പക്ഷെ ആരില്ല? എല്ലാത്തിനും ഈ സർക്കിളിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്തവനില്ല. അതായത് എല്ലാത്തിനും ജയിച്ചവനില്ല. അവനായിരിക്കും n എന്നും പറഞ്ഞ് ഇവിടെ കിടക്കുക. ആരായിരിക്കും എല്ലാത്തിനും ജയിച്ചവൻ? അതാ ഇവിടെ കിടപ്പുണ്ട് 206. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെയും T 1500 ആണല്ലോ, 1500 ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കുറച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര കിട്ടും? 206 എന്ന് തന്നെ കിട്ടും. 206 എന്ന് തന്നെ കിട്ടും. മനസ്സിലായോ? സോ ഇപ്പം നിങ്ങളുടെ വെൻ ഡയഗ്രം കംപ്ലീറ്റ് ആയി. ഇനിയും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എന്താ?
ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ഫിസിക്സ്? ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ഫിസിക്സ്? ഫിസിക്സിന് തോറ്റോ ഇല്ലയോ? ഒറ്റ ചോദ്യം. ഫിസിക്സിന് തോറ്റോ ഇല്ലയോ? കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. ഫിസിക്സിന് ഞാൻ ക്ലാസ്സിലോട്ട് കയറി വന്നിട്ട് ചോദിക്കുക, ഫിസിക്സിന് തോറ്റവരാരൊക്കെയാടാ? അപ്പോൾ ഫിസിക്സിന് മാത്രം തോറ്റവൻ എഴുന്നേക്കും, ഫിസിക്സിനും കെമിസ്ട്രിക്കും തോറ്റവൻ എഴുന്നേക്കും, ഫിസിക്സിനും മാത്സിനും തോറ്റവൻ എഴുന്നേക്കും, എല്ലാത്തിനും തോറ്റവനും എഴുന്നേക്കും. അപ്പോൾ ഫിസിക്സിന് തോറ്റതാരാന്ന് ചോദിച്ചാൽ വേറെ കളർ എടുക്കാം, ഇന്ത കളർ എടുക്കാം. അപ്പോൾ ഫിസിക്സിന് തോറ്റവൻ ആരാന്ന് ചോദിച്ചാൽ ഫെയിൽഡ് വെൻ ഡയഗ്രം എടുത്ത് നോക്കുക. ഫിസിക്സിന് തോറ്റവൻ ആരാ? ഫിസിക്സിൻ്റെ വട്ടം മൊത്തം അങ്ങ് എടുക്കുക, എല്ലാത്തിനും തോറ്റവനും വരും, തോറ്റവനും എല്ലാം വരും. അപ്പോൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 140, 240, 264, 180 എല്ലാം കൂടെ കൂട്ടുക, 824. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ശരിയാണോ? അതെ, 824. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ഓൺലി വൺ സബ്ജക്റ്റ്? ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രം തോറ്റവൻ ആരാ? അപ്പോൾ ഫിസിക്സിന് മാത്രം തോറ്റവൻ, കെമിസ്ട്രിക്ക് മാത്രം തോറ്റവൻ, മാത്സിന് മാത്രം തോറ്റവൻ എന്ന് പറയുമ്പോൾ 140 പ്ലസ് 160 പ്ലസ് 120. 140ഉം 160 എന്ന് പറയുമ്പോൾ 300, 300ഉം 120ഉം കൂട്ടുമ്പോൾ 420. ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രം തോറ്റവൻ ഉണ്ടോ? ഉണ്ട്, 420. ശരിയാണോ? യെസ്. അപ്പം ഒന്നിൻ്റെ കൂടെ വേറൊന്നുകൂടെ തോറ്റവനാവരുത്. അപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രം തോറ്റവനായിരിക്കണം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട്? ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട്? ചോദ്യം എന്താ? ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട്? ഏതെങ്കിലും ഒരു വിഷയത്തിനെങ്കിലും തോറ്റവരാരൊക്കെയാണ്? അപ്പോൾ അവരാരായിരിക്കരുത്? ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ 1500 പേരുണ്ട് ആകെ. അതിൽ ആരായിരിക്കരുത്? ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും തോറ്റവനായിരിക്കരുത്. സോറി, എല്ലാത്തിനും ജയിച്ചവനായിരിക്കരുത്. ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട്? ഏതെങ്കിലും ഒരു വിഷയത്തിന് തോറ്റവനായിരിക്കണം. ഇപ്പോൾ എല്ലാത്തിനും ജയിച്ച ഒരുത്തനോട് ഞാൻ ചോദിക്കുക, ഇയാൾ ഏതെങ്കിലും വിഷയത്തിന് തോറ്റായിരുന്നു? അപ്പോൾ അവൻ പറയും, ഇല്ല സാർ, ഞാൻ എല്ലാത്തിനും ജയിച്ചു. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്റ്റ് എങ്കിലും ഫെയിൽ ആവണമെങ്കിൽ അവൻ ആരായിരിക്കണം? എല്ലാ വിഷയവും ജയിച്ചവനായിരിക്കണം. ഞാൻ എന്തൊക്കെയാ പറയുന്നത്? ചോദ്യം എന്താ? ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട്? ഏതെങ്കിലും ഒരു വിഷയത്തിന് തോറ്റിട്ടുള്ളവൻ ആരായിരിക്കണം? അപ്പോൾ അവൻ ആരാകാൻ പാടില്ല? എല്ലാ വിഷയത്തിനും ജയിച്ചവനാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാര്യം വളരെ സിമ്പിളാണ്. ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടലിൽ നിന്ന് എല്ലാത്തിനും ജയിച്ചവനെ അങ്ങ് മാറ്റി നിർത്തുക. അവൻ ഈ കൂട്ടത്തിൽ വരുത്തില്ല എന്ന് നോക്കുക. എല്ലാത്തിനും ജയിച്ചവൻ ആരൊക്കെയാ? നമ്മുടെ ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാത്തിനും ജയിച്ചവൻ ആരൊക്കെയാ? 206 അല്ലേ? അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 1500 നിന്ന് 206 അങ്ങ് കുറച്ചാൽ മതി. നമുക്ക് എത്ര കിട്ടും? 1294 എന്ന് കിട്ടും. ശരിയാണോ? യെസ്, 1294. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം. ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി? എത്ര പേര് മാത്സിനും കെമിസ്ട്രിക്കും തോറ്റു? ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി? മാത്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് മാത്സ്, ഇത് കെമിസ്ട്രി, ഇത് തമ്മിലങ്ങ് കൂട്ടിയാൽ മതി. അതായത് 264 പ്ലസ് 190, 454 എന്ന് കിട്ടുമുണ്ടോ എന്ന് നോക്കട്ടെ. യെസ്, 454. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. യെസ്, അടുത്ത ശരിയായിരുന്നു, 454. അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട്? നേരത്തെ നമ്മളോട് ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട് എന്ന് ചോദിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൗ മെനി സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട്? ഹൗ മെനി സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട്? ഏതെങ്കിലും ഒരു വിഷയത്തിനെങ്കിലും തോറ്റിട്ടുള്ളവൻ ആരാണ്? സോറി, ജയിച്ചിട്ടുള്ളവൻ ആരാണ്? ഹൗ മെനി സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട്? ഏതെങ്കിലും ഒരു വിഷയത്തിന് ജയിച്ചവനായിരിക്കണം. അപ്പോൾ അവൻ ആരായിരിക്കരുത്? ഏതെങ്കിലും ഒരു വിഷയത്തിന് ജയിച്ചവനായിരിക്കണം എന്ന് പറയുമ്പോൾ 1500 നിന്ന് നിങ്ങൾ എന്താ കുറയ്ക്കേണ്ടത്? ഏതെങ്കിലും ഒരു വിഷയത്തിന് ജയിച്ചവനായിരിക്കണം. അപ്പോൾ അവൻ ആരായിരിക്കരുത്? അടപടലം പൊട്ടിയവനായിരിക്കരുത്. അതായത് എല്ലാ വിഷയത്തിനും തോറ്റവനായിരിക്കരുത്. ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രം, ഏതെങ്കിലും ഒരു വിഷയത്തിനെങ്കിലും ജയിച്ചവനായിരിക്കണം. അറ്റ്ലീസ്റ്റ് പാസ്ഡ് ഇൻ വൺ സബ്ജക്ട്. അപ്പോൾ എല്ലാ വിഷയത്തിനും തോറ്റവനായിരിക്കരുത്. എല്ലാ വിഷയത്തിനും തോറ്റവനാരാ? എല്ലാ വിഷയത്തിനും തോറ്റവനെ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എത്ര? 264. ഓക്കെ, അപ്പോൾ 1500 നിന്ന് എന്ത് കുറച്ചാൽ മതി? 264 കുറയ്ക്കുക, 1236. 1 to
3 6 ശരിയാണോ? യെസ്, ശരിയാണ്. സോ എന്താണ് വെൻ ഡയഗ്രാം, ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. സോ ഇത് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇതേപോലെയുള്ള ഈ ക്വസ്റ്റ്യൻസ് ഇത് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്യുക. വെൻ ഡയഗ്രത്തിൻ്റെയൊക്കെ ധാരാളം ചോദ്യങ്ങൾ കിടപ്പുണ്ട്. PSC ആണെങ്കിലും ഈ വെൻ ഡയഗ്രാം കോൺസെപ്റ്റ് വെച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഫിസിക്സിന് ഒരു ഇത്ര പെർസെൻറ്റേജ് ആളുകൾ ഫിസിക്സിന് ജയിച്ചു, ഇത്ര പെർസെൻറ്റേജ് ആളുകൾ കെമിസ്ട്രിക്ക് ജയിച്ചു, ഫിസിക്സിനും കെമിസ്ട്രിക്കും ജയിച്ചു ഇത്ര, അങ്ങനെയാണെങ്കിൽ തോറ്റവരാണ് എത്ര, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് ഈ ഒരു വെൻ ഡയഗ്രാം കോൺസെപ്റ്റ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ പരീക്ഷകൾക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. കഴിയുന്നത്ര ചോദ്യങ്ങൾ ആ ഒരു സെക്ഷനിൽ നിന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.